തുടർന്ന് ഉള്ള മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ദൈവത്തിൻ്റെ വചനവുമായിട്ട് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊന്ന് വിവരിക്കാം. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം മറ്റു പലരും എന്നോട് ചോദിക്കുമല്ലോ, ഈ ക്രിസ്തുവിനെ ഇത്ര രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം അതിനുള്ള ഐഡിയോളജീസൊക്കെ മറ്റു പലരും ചോദിക്കുമ്പോൾ നമുക്കത് പലപ്പോഴും പറയാൻ കഴിയാത്തൊരു സാഹചര്യം, പറയാൻ അറിയാതെയുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല, ചിലർ പറയുന്നു ഇത്ര പെട്ടെന്ന് ഒരു ഐഡിയോളജി മനസ്സിലാക്കിയിട്ട് ആ ഐഡിയോളജിക്ക് കൂടെ പുറകെ പോകുന്നത് ഒരു മണ്ടത്തരമാണോ എന്ന് തന്നെ ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ആദ്യമായ ആഗ്രഹം എൻ്റെ അകത്തുള്ളവാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും സെൽഫ് സ്റ്റഡി ആദ്യം നടത്തി. തുടർന്ന് എനിക്ക് ട്രിവാൻഡ്രത്ത് മെട്രോപൊളിറ്റൻ ബൈബിൾ കോളേജ് മലയാളം മീഡിയം പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം തന്നു. അങ്ങനെ ഞാൻ 3 വർഷം ആ ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ എന്ന ആ രക്ഷയുടെ ആധികാരികമായ നല്ല വചനങ്ങൾ അവിടെ പഠിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ശേഷം ഞാൻ വീണ്ടും പഠിക്കണം. കാരണം ഒരു 3 വർഷത്തെ പഠനം കൊണ്ട് മാത്രം എനിക്ക് പോരാ, കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിൽ പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ എൻ്റെ അത്രയും വൈകല്യമുള്ള എനിക്ക് അങ്ങനെ ഒരു ബൈബിൾ കോളേജിൽ അഡ്മിഷൻ തരിക എന്ന് പറയുന്നത് സാധ്യമല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പല ബൈബിൾ കോളേജിലും പരിശ്രമിച്ചു, പലരും എന്നെ അവോയ്ഡ് ചെയ്തു. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായി ആയൂരുള്ള ചെറുവക്കൽ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി ജോൺസൺ ഡാനിയൽ സാറ് എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. അവിടെയും 3 വർഷം AT അംഗീകാരമുള്ള ഒരു ഡിഗ്രി പഠിപ്പാൻ, 3 വർഷം നല്ലവണ്ണം പഠിക്കാൻ സാധിച്ചു. ഈ 6 വർഷത്തെ പഠനത്തിലൂടെ ക്രിസ്തുവിലൂടെയുള്ള ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒരു സുവിശേഷകന്റെ ദൗത്യം എന്റെ അകത്ത് ഉള്ളവാകാനിടയായി. അന്ന് മുതൽ ദൈവത്തിന്റെ വേല ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിന് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബ ജീവിതം അത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. കുടുംബ ജീവിതം എങ്ങനെ ഉരുവായി വന്നു, എങ്ങനെ അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഈ 6 വർഷം സെമിനാരി പഠിച്ചതിന് ശേഷവും കുടുംബജീവിതം എന്ന് മറ്റുള്ള എൻ്റെ സമപ്രായത്തിലുള്ളവർ പറയുമ്പോൾ അത് എനിക്കൊരു ഉൾക്കൊള്ളാൻ പറ്റിയല്ല, എന്നെ പരിഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ വൈകല്യം കൊണ്ടൊരു കുടുംബജീവിതം എന്ന് പറയുന്നത് സാധ്യമല്ലെന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരന്മാർക്കോ വേണ്ടത്ര പരിഗണന എനിക്കില്ല. കാരണം ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് അവരെന്നിൽ നിന്ന് എത്രയോ അകന്നു മാറും. അപ്പം അങ്ങനെ ഒരു ഏകാന്ത ജീവിതം നയിക്കുന്ന, അത് മാത്രമല്ല എനിക്ക് സ്ഥിരമായിട്ട് ഒരു പാർപ്പിടമില്ല. ഞാൻ പല കൂട്ടുകാരന്മാരുടെ ഇടയിൽ മാറി മാറി താമസിക്കുന്നു. ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞിട്ട് കയറി കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്തൊരവസ്ഥയാണ്. വീട്ടിൽ പോകാനോ അംഗീകരിക്കുന്ന ഒരു അനുഭവമില്ലായിരുന്നു. വീട്ടിൽ പോയി അംഗീകരിക്കുന്ന പറഞ്ഞാൽ അംഗീകരിക്കും, പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ആത്മീയ ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അവരോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ ഓക്കെ. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാതെ മറ്റ് കാര്യങ്ങൾക്ക്, ആത്മീയ യോഗങ്ങൾക്ക് ഒന്നിനും പങ്കെടുക്കാൻ പറ്റാതെ വീട്ടിൽ മാത്രം ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അവർക്ക് എന്നെയും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാനോ ഇതിനോ പറ്റത്തില്ല. എങ്ങനെ ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു? അങ്ങനെ ഈ മറ്റുള്ളവരൊക്കെ പറയുന്ന കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു പരിഹാസം പോലെ തോന്നിയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ദാസന്മാർ അനേകർ പ്രവചനാത്മാർ വിളിച്ചു പറയുന്നു എനിക്കൊരു കുടുംബജീവിതമുണ്ട്. പക്ഷെ ഞാനത് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. പക്ഷെ ഞാൻ പല മേഖലകളിലൂടെ ഡോഡ്ജിലെ റൂം വാടകയ്ക്ക് എടുത്ത് താമസിച്ചു, പല വീടുകളിൽ മാറി വാടകയ്ക്ക് താമസിച്ചൊക്കെയാണ് ഒറ്റയ്ക്ക് താമസിച്ച് ഒറ്റയ്ക്കുള്ള എൻ്റെ പ്രാഥമിക ദിനചര്യങ്ങളെല്ലാം ചെയ്ത് ആഹാരം സ്വന്തമായി പാചകം ചെയ്ത് അതോടൊപ്പം തന്നെ ഒരുപാട് ഇടത്ത് പ്രോഗ്രാമുമായിട്ട് പോവുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ യാദൃശ്ചികമായി ഒരു ചർച്ചിൽ ഞാൻ പോയി. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനായിരുന്നു ആ ചർച്ചിലെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, നാസറ വിവാഹമൊന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പോലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന ഒരു പെൺപിള്ളേർ വേണ്ടേ. അത് ഞാനതൊരു പരിഹാസം പോലെ ചിരിച്ച് തമാശ പറയുന്നത് പോലെ സാറ്
അപ്പോൾ അത് പറഞ്ഞപ്പോൾ സാറിൻ്റെ വൈഫ് പറഞ്ഞു, ഇതാ അത് നോക്കിക്കോ, അവിടെ ഒരു ഫ്രിഡ്ജ് തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ചർച്ചിലുള്ള ഒരു പെൺകുട്ടിയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ പറ്റും. ഞാൻ അപ്പം തന്നെ ആ പെൺകുട്ടിയെ കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, ചോദിക്കാൻ പറഞ്ഞു. പെണ്ണ് കാണൽ ചടങ്ങായി. അതെ. പക്ഷെ അവരറിയത്തില്ല, ആ സഹോദരി അത് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ആ സഹോദരിയോട് ചോദിച്ച് അനുവാദം വാങ്ങി. പിന്നീട് നമുക്ക് പരസ്പരം കണ്ട് ആ വീട്ടുകാരുമായി കണ്ട് സംസാരിക്കാനുള്ള സന്ദർഭം ഒരുക്കി. സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ഭാര്യയുടെ മുമ്പ് ആ നിമിഷം ഞാൻ നടന്നു, കട്ടിലിൽ കയറി ഇരുന്നു, കാണിച്ച് എൻ്റെ ശാരീരിക വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് ചോദിച്ചു. അത് ഉൾക്കൊള്ളാൻ പരിപൂർണമായി തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് വിവാഹം. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു വിവാഹം നടന്നു. അപ്പം അങ്ങനെ ജീവിതത്തിന്റെ സാഹചര്യം ബുദ്ധിമുട്ടാണെന്നും ദൈവത്തിന്റെ ദാസൻ ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്ന് ഉള്ള സഹായമോ അങ്ങനെ ആദരവോ അങ്ങനെ മറ്റ് എന്തെങ്കിലും സപ്പോർട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊന്ന്. അത് ഞാൻ ആ ചർച്ചിൽ പോയിട്ട് ആദ്യമായി ഞാൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ വൈകല്യത്തെ ഞാൻ ഇരുന്ന് നിരങ്ങി കട്ടിൽ കയറിയിരുന്നു ഒക്കെ കാണിച്ചു. എൻ്റെ വൈകല്യത്തെ ഉൾക്കൊണ്ട് എന്നെ ഒരു ജീവിത പങ്കാളിയായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഒരു വലിയ ഒരു മനസ്സിനെയാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. വേറെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ അപ്പോൾ എന്നെ ഒരു മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്നെ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ. പിന്നെ അവരുടെ വീട്ടിൽ അത് അങ്ങനെയുള്ളൊരു സാമ്പത്തിക സിറ്റുവേഷൻ ഒന്നുമില്ല. അവരും ഒരു ഹൈന്ദവ പാശ്ചാത്യത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. പിതാവ് ആ പഴയ വിശ്വാസത്തിലായതുകൊണ്ട് ഇവരുടെ കൂടെ ഇല്ല. ഒരു ജ്യേഷ്ഠത്തെയാണ് അവർക്കുള്ളത്, വേറെ അവർക്ക് സ്വന്തമായിട്ടും വീടില്ല. കുടുംബജീവിതത്തെ കുറിച്ച് ഇങ്ങനെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനിടയിൽ. എന്നാൽ ഇപ്പോൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഭാവി കാര്യങ്ങൾ? എങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിവരിക്കാൻ സാധിക്കും? ഞാൻ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വിഷനാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. വൈകല്യമുള്ള ജനത്തിൻ്റെ ഇടയിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നതാണ് എൻ്റെ പ്രധാനമായ ലക്ഷ്യം. സാധാരണയായി ഞാൻ നേരത്തെ തന്നെ രക്ഷിക്കപ്പെട്ട അനുഭവം പറഞ്ഞല്ലോ. വൈകല്യമുള്ള ജനത്തിൻ്റെ മധ്യയ്ക്ക് ഇറങ്ങി വന്ന ഒരു സുവിശേഷം പറയുവാനും അവരൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയാനും ആൾക്കാർ വളരെ കുറവാണ്, ചുരുക്കം. ആ ഒരു ആത്മാവിൻ്റെ ബേർഡന് എൻ്റെ മനസ്സിലുള്ളതായി അങ്ങനെ വൈകല്യമുള്ള ജനത്തിൻ്റെ മധ്യയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രധാനമായി ചെയ്യുന്നത് അന്ധരായിട്ടുള്ളവർക്ക് ടോക്കിംഗ് ബൈബിളും, അതായത് കേൾക്കുന്ന രീതിയിലുള്ള ബൈബിളുകൾ, പിന്നെ ബ്രെയിലി ബൈബിൾ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് വർഷത്തിലുള്ള കലണ്ടർ, ദൈവവചനം എഴുതിയ കലണ്ടർ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പർജൻ സാറിൻ്റെ ബ്രെയിലി ട്രാക്റ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ വൈകല്യമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത്, പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പഠിച്ചിരുന്ന VRC, ദി വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ സെന്റർ ഫോർ ഹാൻഡിക്യാപ്പ്, അവിടെ പ്രാർത്ഥന ഗ്രൂപ്പുകൾ, ഇങ്ങനെ വൈകല്യമുള്ള പോളി ഹോം, ചെഷർ ഹോം, ഇവിടേക്കുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നടത്തുകയും, പിന്നെ അതിപ്രധാനമായി ചർച്ചുകൾ തോറും ചർച്ച് ഇൻക്ലൂസീവ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, സഭ വൈകല്യമുള്ളവരെ ഉൾപ്പെടുത്തി വേണം ദർശിക്കുവാൻ എന്നതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്യും. അപ്പം ദൈവത്തിന്റെ ദാസൻ വിശാലമായ ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അനേകർക്ക് പ്രയോജനമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദാസന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആശയങ്ങൾ മുന്നിലുള്ളത്, ദൈവം ഇനിയും ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ഇപ്പോൾ പ്രസ്താവിച്ചാൽ ഈ കാണികൾക്കും കേൾവിക്കാർക്കും അത് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സാഹചര്യമാകും. അതൊന്ന് വിവരിക്കാം. ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായും ഒരു സ്ഥിരമായ ഒരു പാർപ്പിടമില്ലാത്തതിനാണ്. മാറി മാറി താമസിക്കുന്നത് അത് എൻ്റെ സുവിശേഷ വേലയെയും ഒരു അളവ് വരെ ബാധിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് ലിനി എന്നാണ്, എൻ്റെ മോൻ്റെ പേര് അബിയൽ എന്നാണ്. നമ്മൾ കുടുംബമായി നിലമേൽ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇങ്ങനെ വർഷങ്ങളായി പലയിടത്തായിട്ട് മാറി താമസിക്കുന്നതിനാൽ സുവിശേഷ വേലയിൽ വേണ്ട രീതിയിൽ ഒരിടത്തും നിന്നുകൊണ്ട് ശോഭിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് പോകാൻ കഴിയാത്തത് വളരെ വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു. ഇത്രയും വൈകല്യമുള്ള എനിക്ക് പല വാടക വീടുകളിൽ താമസിക്കുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ടോയ്ലറ്റ് പർപ്പസ് അല്ലെങ്കിൽ വീടുകളിൽ കയറി ഇറങ്ങുന്നതുമായിട്ടുള്ള
ആ ശാരീരിക വൈകല്യത്തോട് യോജിക്കാത്ത രീതിയിലുള്ള സഫറിങ്സ് ഒരുപാട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു റിലീഫായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരും പ്രാർത്ഥിക്കുക. പ്രത്യേക സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായി വൈകല്യമുള്ള ജനത്തിൻ്റെ ഇടയിൽ സുവിശേഷം എത്തിക്കേണ്ടെന്ന ആവശ്യകതയെക്കുറിച്ച് വർഷത്തിലൊരിക്കലെങ്കിലും ആ തരത്തിലുള്ളതായ ന്യൂസ് പേപ്പർ ഇറക്കുവാനും, അതുപോലെ ചർച്ച് ഈ വൈകല്യമുള്ളവർ ഉള്ളണം എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ, സുവിശേഷകന്മാരുടെ ഇടയിൽ ഈ മിഷൻ വർക്കേഴ്സുമാരുടെ ഇടയിലൊക്കെ വൈകല്യമുള്ളവരുടെ ഇടയിൽ സുവിശേഷീകരിക്കേണ്ടെന്ന ആവശ്യതയെക്കുറിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കുവാനാണ് ഞാൻ തുടർന്ന് ആഗ്രഹിക്കുന്നത്. കൂടാതെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെറിയ ഒരു വാഹനം, അതായത് സൈക്കിളിൽ മോട്ടർ ചെറുതായി ഘടിപ്പിച്ച് പാതി പണിയിൽ വെച്ചിരിക്കുകയാണ്, സാമ്പത്തികമില്ലാതെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതിൽ ചെറിയ സൗണ്ട് സിസ്റ്റം കൂടി വെച്ചിട്ട് കവലകൾ തോറും യേശുക്രിസ്തുവിനെ രക്ഷകനായി നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ ഒരു ഷോർട്ട് മെസ്സേജ് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇതുവരെയും കേട്ടിട്ടുള്ള ജീവിതാനുഭവങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയ അനുഭവങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നത് ക്രിസ്തു അല്ലാതെ ഈ ലോകത്ത് വേറൊരു മാനവരാശിക്ക് രക്ഷയ്ക്ക്, ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉതകുന്ന വേറൊരു വ്യക്തിയില്ല എന്ന് വെളിപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രത്തോളം സമയം നാസർ മുഹമ്മദ് ഞങ്ങളോടൊപ്പം ഇരുന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ വചനവും പങ്കുവയ്ക്കുവാൻ, അത് ഷെയർ ചെയ്യുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി, അതിനുവേണ്ടി അവസരം കണ്ടെത്തി. അതിനായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. തുടർന്നും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കേണ്ടതിനും അദ്ദേഹത്തെ ഉയർത്തേണ്ടതിനും സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകേണ്ടതിനുമായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. യേശു എൻ്റെ കൂടെയുണ്ട്, ഭാവിയിലെ നിക്കൊരു നാളും കർത്തനെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാളും. ആകുലത തെല്ലും ഇല്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലും ഇല്ല, അരികിലുണ്ട് ഈശോനാഥൻ. യേശു എൻ്റെ കൂടെയുണ്ട്, ഭാവിയിലെ നിക്കൊരു നാളും കർത്തനെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാളും. ആകുലത തെല്ലും ഇല്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലും ഇല്ല, അരികിലുണ്ട് ഈശോനാഥൻ. ഇന്നെന്റെ ജീവിതം